മനുഷ്യന് മനസ്സമാധാനമായിട്ട് എപ്പോഴാണ് ആഹാരം കഴിക്കാൻ തോന്നുന്നത്. അപ്പൊ അത് വേണ്ട. പിന്നെ എനിക്ക് വിശ്വാസമില്ല. അയ്യോ പേന താനാണോടോ കത്തെഴുതിയത്? ആ പേനയൊക്കെ പിന്നെ തരാം. താനല്ലോടോ കത്തെഴുതിയത്? ഏത് കത്ത്? ആരുടെ കത്ത്? എന്റെ മുമ്പിൽ പൊട്ടംകളി കളിക്കരുത്. ഒരു നാറി എനിക്ക് വിശ്വാസമില്ല. താനാണ് എന്റെ ഭാര്യക്ക് കത്തെഴുതിയത്. കുറച്ചു ദിവസമായിട്ട് ഇവിടെ കാണുന്നു. എവിടത്തെയാ? ഞങ്ങളിവിടെ താമസമായിട്ട് 1.5 മാസേ ആയിട്ടുള്ളൂ. ഓ അനിയത്തിയായിരിക്കും അല്ലേ? അല്ല, മോളാ. ഹസ്ബൻഡോ? മിലിറ്ററിയില്ല. സുശീല, ഏതായി മർക്കടം വിവരദോഷി അക്ഷരം വേണ്ടി പോരുത്. സ്വാമി ആരാണെന്ന് നിനക്കറിയാവോ? അപൂർവ സിദ്ധികളുള്ള ഒരു അത്ഭുത പ്രതിമയാണ്. അല്ല പ്രതിമ. ഇതാ അമ്മ പറയാറുള്ള കുഞ്ഞിനെ. அப்படின்னா அப்படின்னா உன் மாமன். மாமனா? என்னோட முறை மாமன் இல்ல? ജഗതിച്ചേട്ടനെ അറിഞ്ഞതിന് മുമ്പ് ജഗതിച്ചേട്ടൻ്റെ അച്ഛൻ ജഗതി NK ആചാരി അച്ഛൻ്റെ സമയത്ത് ആചാര്യച്ചേട്ടനെ കുറിച്ച് ഇങ്ങനെ കുറേ അങ്കിളിനെ കുറിച്ച് പറയുകയും കേട്ട് അങ്ങനെ NK ആചാരിയാണ് ആദ്യം കാണുന്നത്. പിന്നെ അങ്ങനെ അദ്ദേഹത്തിനൊരു മകനുണ്ട്, ഇങ്ങനെ അഭിനയിക്കുക, അങ്ങനെയൊക്കെ അച്ഛൻ്റെ സമയത്ത് ഞാൻ വളരെ കൊച്ചുനാളിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും നമ്മളത്ര ഇത് കാര്യമായിട്ട് എടുത്തില്ല. അങ്ങനെ കാലം കഴിഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുന്ന ആദ്യത്തെ പടത്തിൽ തന്നെ ജഗതിച്ചേട്ടനും ഉണ്ടായിരുന്നു. അതിന് ബലൂൺ ആണ് എൻ്റെ ആദ്യത്തെ പടം. എന്തിനാ വിളിച്ചേ? ഞാനാരാ വിളിച്ചില്ലല്ലോ. വിളിച്ചില്ലേ? ആര്? ഞാനോ? നിനക്ക് തോന്നിയതാവും. അഥവാ ആരെങ്കിലും വിളിച്ചാൽ തന്നെ തിരിഞ്ഞു നിൽക്കും. അതിനകത്ത് ഇമ്പിച്ചി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അത് ഇന്നും ആരും മറക്കാൻ വഴിയില്ല. അതുപോലെയാണ് ഒരു ആട്ടിടേൻ്റെ അന്ന് ഞാൻ ലൊക്കേഷനിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു ഊറ ബനിയനും ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടാൽ സത്യം പറഞ്ഞാൽ ജഗതിച്ചേട്ടനാണെന്ന് തോന്നിയില്ല. അസലൊരു ഇമ്പിച്ചി തന്നെയായിരുന്നു അവിടെ ഇരുന്നത്. അത് ഫസ്റ്റ് പടം അങ്ങനെയായിരുന്നു. എന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാ? ഇപ്പോഴും സത്യം സത്യം ഇന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാൻ. പിന്നെ ലാസ്റ്റ് ഞാൻ ചേട്ടൻ്റെ കൂടെ ചെയ്തത് നാദബ്രഹ്മം എന്ന പടത്തിലാണ്. അങ്ങനെ ഇടയ്ക്ക് കുറേ പടങ്ങൾ, ഞാനൊരു 10-60 പടം ചെയ്തത് 10-30 പടവും ചെയ്ത് ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ചേച്ചി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാ അല്ലേട്ടാ? നീ എന്താ കുട്ടിക്കൃഷ്ണൻ വിളിച്ചു നിൽക്കുന്നേ? സന്തോഷം കൊണ്ട് ഞാൻ ബോധം കെട്ട് പോകും തോന്നും ചേച്ചി. പിന്നെ നമ്മൾക്കെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇപ്പോൾ ചേട്ടൻ്റെ കൂടെയുള്ള ഒരു സീനാണെങ്കിൽ അതിനെക്കുറിച്ച് ചേട്ടൻ്റെ ക്യാരക്ടർ മാത്രമല്ല, നമ്മളത് എങ്ങനെ ചെയ്യേണ്ടത്, നമ്മുടെ ഫീലിംഗ് എന്താണ്, ഇതെല്ലാം പറഞ്ഞു തരും. ഞാൻ ബലൂണിൽ കണ്ട ജഗതിച്ചേട്ടൻ തന്നെയായിരുന്നു നാദബ്രഹ്മത്തിലും കണ്ട ജഗതിച്ചേട്ടൻ. ഒരു മാറ്റവും എനിക്ക് തോന്നിയിട്ടില്ല. നല്ല പ്രായത്തിൽ നല്ല പണി ചെയ്ത് കാശ് ഉണ്ടാക്കിയിരുന്ന എനിക്ക് പങ്കപാടുമല്ലോ ഉണ്ടായിരുന്നു. പറയാതെ സ്വന്തം അച്ഛനെ ഓർമ്മ ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്നും എന്റെ അച്ഛനെ പറയുന്നത്. അല്ലാതെ നിന്റെ അച്ഛനെ പറയാൻ പറ്റുമോ? നിന്റെ ആംഗളമാർ ഇടിച്ചെന്റെ ആവണാവസ്ഥയായിട്ട് ഉപ്പിലിടത്തില്ലയോ? ഇല്ല, നല്ല സ്നേഹവും നല്ല സഹകരണവും ഒരു സഹോദരി. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനായിരുന്നു. ചേട്ടൻ വിളിക്കുന്നത് ശ്രീ എന്നാണ് ജഗതി ചേട്ടനെ വിളിക്കുന്നത്. അങ്ങനെ ഇപ്പം ലൊക്കേഷനിൽ വന്നാലും അവർ തമ്മിലുള്ള പഴയ കാലങ്ങളും കോളേജിൽ പഠിച്ച കാലങ്ങളും നാടകത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ സംസാരിക്കും. അങ്ങനെയാകുമ്പോൾ എൻ്റെ കുടുംബത്തിലെ ഒരു അംഗം തന്നെ പോലെയാണ് ജഗതി ചേട്ടനെ എൻ്റെ മനസ്സിലുള്ളത്.